കേന്ദ്രമന്ത്രി ശശി തരൂരിന്റെ ഭാര്യ സുനന്ദ പുഷ്കറിന്റെ മരണം സംബന്ധിച്ച കേസന്വേഷണം ക്രൈംബ്രാഞ്ച് കൈയൊഴിഞ്ഞ് ഡൽഹി പോലീസിനെ തിരികെ ഏൽപ്പിച്ചതോടെ തരൂരിനെതിരെ കേസെടുക്കുന്നത് ഒഴിവാകുന്ന സാഹചര്യമാണ് രൂപം കൊള്ളുന്നത്. വ്യക്തമായ തെളിവുകൾ ഇല്ലാത്ത സാഹചര്യത്തിൽ അന്വേഷണം അവസാനിപ്പിക്കാൻ ക്രൈംബ്രാഞ്ചിനുമേൽ സമ്മർദ്ദം മുറുകിയിരുന്നതായി സൂചനയുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണം ആത്മഹത്യയാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും സുനന്ദയുടെ ശരീരത്തിൽ ചില മുറിവുകൾ ഉണ്ടായിരുന്നതിന്റെയും തരൂർ ദമ്പതികൾ വഴക്കിട്ടതിന്റെയും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അമിതമായി മരുന്ന് കഴിച്ചുണ്ടായ വിഷബാധയാണ് മരണകാരണമായതെന്നാണ് ഡോക്ടർമാർ സംശയിച്ചത്. അതേസമയം പാക് മാധ്യമപ്രവർത്തകയുമായി തരൂരിനുള്ള പ്രണയത്തെക്കുറിച്ച് ട്വിറ്ററിൽ ഗുരുതരമായ ആരോപണങ്ങൾ പ്രത്യക്ഷപ്പെട്ടത് സംശയാസ്പദമായ സാഹചര്യങ്ങൾക്ക് വഴിയൊരുക്കി. സുനന്ദയുടെ സഹോദരൻ രാജേഷ് പുഷ്കറും മകൻ ശിവ് മേനോനും തരൂരിനെ പിന്തുണച്ച് മജിസ്ട്രേറ്റിനും മാധ്യമങ്ങൾക്കും മൊഴി നൽകിയതോടെ അസ്വാഭാവിക മരണത്തെക്കുറിച്ച് അന്വേഷണങ്ങൾ വഴിമുട്ടി. ഇരുവരും തമ്മിൽ മികച്ച ബന്ധമായിരുന്നെന്നും വഴക്കുകൾ ഗുരുതര സ്വഭാവമുള്ളവയല്ലെന്നുമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും അഭിപ്രായപ്പെട്ടത്. വിവാഹം നടന്ന് 7 വർഷത്തിനിടെ നടക്കുന്ന അസ്വാഭാവിക മരണത്തെക്കുറിച്ച് പ്രഥമ ദൃഷ്ട്യാ കേസെടുക്കാമെന്നിരിക്കെയാണ് തരൂരിന്റെ കാര്യത്തിൽ അന്വേഷണം വഴിതിരിയുന്നത്. മീഡിയ 1 ന്യൂഡൽഹി.